തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 26 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ ബൈക്ക് യാത്രികനായ ഒരാളുടെ കൈക്ക് ഗുരുതരമായി പരിക്കുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. റിനു, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയധികം ആളുകൾക്ക് എങ്ങനെയാണ് പരിക്കേറ്റത്? 26 പേർക്കും പരിക്കേറ്റോ? SKN നേരത്തെ തന്നെ നെയ്യാറ്റിൻകര പ്രദേശത്ത് ഈ പേവിഷബാധയേറ്റ നായ്ക്കളുടെയും അല്ലാതെ തെരുവ് നായ്ക്കളുടെയും ഒക്കെ തന്നെ ശല്യം രൂക്ഷമാണെന്ന് കാട്ടി നിരവധി തവണ നഗരസഭയിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. വിവിധ വാർത്തകൾ നമ്മളടക്കം നൽകിയതുമാണ്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കാണ് 26 പേരെന്നുള്ളത്. ഈ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിയിലാണ് ഇവർ ചികിത്സ തേടിയിട്ടുള്ളത് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ നഗരസഭ പ്രദേശത്ത് തന്നെയാണ്, പരിസര പ്രദേശത്ത് തന്നെയാണ് ഈ 26 പേർക്കും നായയുടെ കടിയേറ്റത് എന്നുള്ളതാണ്. ഒരു നായയെ പോലും പക്ഷേ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യവും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പങ്കുവെക്കുന്നുണ്ട്. 26 പേരെയും പ്രാഥമിക ശുശ്രൂഷ നൽകിയപ്പോൾ വീട്ടിലേക്ക് വിട്ടയച്ചിട്ടുണ്ട്. ഇതിലൊരു ബൈക്ക് യാത്രികൻ ഈ നായയുടെ ആക്രമണത്തിൽ ബൈക്കിൽ നിന്ന് വീണ് കൈയൊടിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ വന്ധ്യകരണം ഈ പ്രദേശത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. അതാണ് ഈ തെരുവ് നായ്ക്കളുടെ എണ്ണം ഗുരുതരമായി വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്നാണ്. അതുകൊണ്ട് തന്നെ വന്ധ്യംകരണം അടിയന്തരമായി തന്നെ നടത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കനുസരിച്ചാണ് നെയ്യാറ്റിൻകര മേഖലയിൽ 26 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. എല്ലാവർക്കും സാരമായിട്ടുള്ള പരുക്കുകളുണ്ട്. നമ്മൾ ദൃശ്യത്തിൽ കാണുമ്പോൾ തന്നെ സാരമായ പരുക്കുണ്ട്. ഈ ജില്ലാ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നേടിയതിനു ശേഷം ഇവർ വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.